വെൽക്കം ബാക്ക് ടു യുവർ ഫാമിലി. നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ രാവിലെ നേരത്തെ പറഞ്ഞാൽ ഒരു 5:30-6 മണിയാകുമ്പോൾ നീച്ചു കേട്ടോ. കാരണം ഇന്ന് കിച്ചുവിന് സ്കൂളും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ അത് കാരണം കൊണ്ട് കുറച്ച് നേരം വൈകിട്ടാണ് നീച്ചത് കേട്ടോ. അപ്പോൾ ഇന്നലെ രാത്രി ഞാൻ കിടക്കണതിന് മുന്നേ ഈ അടുപ്പ് നല്ല ചൂടായിരുന്നല്ലോ. ഇന്നലെ ചപ്പാത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് തന്നെ നല്ല ചൂടായിട്ട് അടുപ്പ് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ മേലേക്ക് കുറച്ച് വിറകും കാര്യങ്ങളൊക്കെ വെച്ചാണ് കേട്ടോ രാവിലേക്ക് കത്തിക്കാൻ വേണ്ടിയിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് തന്നെ പോയിട്ട് എടുക്കുമ്പോൾ ആ തണുവോട് കൂടെ തന്നെ വിറകൊന്നും കത്തണില്ല. പട്ടയാണെന്നുണ്ടെങ്കിലും കത്തണില്ല കേട്ടോ. പട്ട പോലും കത്തില്ല, പിന്നെ ഇപ്പോൾ വിറക് കത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ രാത്രി തന്നെ ഈ വിറകും കാര്യങ്ങളൊക്കെ അടുപ്പിൻ്റെ മുകളിൽ ചൂട്ടടുപ്പിൽ കൊണ്ടുവന്ന് വെച്ചാണ് കേട്ടോ വേഗം കത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ആദ്യം തന്നെ മാറ്റി വെച്ച് വൃത്തിയാക്കിയിട്ട് അവിടെ ഒന്ന് അടിച്ചു വാരി കൊടുത്തിട്ട് തീ കത്തിച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്ത് മാറ്റി വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ അങ്ങനെ വൃത്തിയാക്കി ഒതുക്കി വെച്ചു. ഞാനിതിൻ്റെ മേലേക്ക് ഒന്ന് ചൂലും കൊണ്ടൊക്കെ ഒന്ന് അടിച്ചു വാരി എടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇനി തീ കത്തിച്ച് പിടിപ്പിക്കണം. പിന്നെ ഇന്ന് മഴയും കാര്യങ്ങളൊന്നും കാണാനില്ല കേട്ടോ. ഒന്ന് രാവിലെ ഒന്നും ഇന്നലെ അധികം പെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ അത് കാരണം വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ കത്തിപ്പിടിക്കാനായിട്ട് വലിയ പ്രയാസവും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. ചൂടുള്ള അടുപ്പിന് മുകളിൽ വിറക് വെക്കിയ കാരണം കൊണ്ട് പെട്ടെന്ന് തന്നെ കത്തുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ കത്താനായിട്ട് 1 മണിക്കൂർ എടുക്കും. അപ്പോൾ അങ്ങനെ തീയൊക്കെ ഒന്ന് കത്തി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയെന്ന് പറഞ്ഞാൽ ചോറും കലം കയറ്റി വയ്ക്കണം. പിന്നെ നമുക്ക് ചായയൊക്കെ അത് തന്നെയാണ് എടുക്കേണ്ടത്. ചോറും കലത്തിൽ ഞാൻ കുറേ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ആദ്യം മുതൽ ചായ വെക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് വേണം ചോറൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. ഇതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചോറിന് വെള്ളം വെക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ചായക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഗ്യാസ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടാണ്. അതാണ് ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നമ്മൾ കൂടുതൽ ഈ ഗ്യാസിൽ തന്നെ ഉപയോഗിച്ചിട്ട് നമുക്കൊരു നേരം ഗ്യാസ് ഇല്ലയെന്നുണ്ടെങ്കിൽ നല്ല ബുദ്ധിമുട്ടൊക്കെ തന്നെ ഇരിക്കും. അത് ഉപയോഗിക്കാത്ത ആൾക്കാർക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. ഉപയോഗിക്കുന്ന ആൾക്കാർക്കാണ് ആ ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ. ഈ പഴയ ആൾക്കാർക്കൊന്നും ആകാൻ വിധ പ്രശ്നം തന്നെ ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ ആ വെള്ളമൊക്കെ തിളച്ചപ്പോൾ ചോറിന് വെച്ചിട്ടുണ്ടായിരുന്ന വെള്ളവും കാര്യങ്ങളൊക്കെ നല്ല വെട്ടി തിളക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് കുറച്ച് കാപ്പിക്കുള്ളത് മാറ്റി വെച്ചു. അതിൽ ഞാൻ ഈ പാത്രത്തിൽ കാപ്പിപ്പൊടി പഞ്ചസാരയൊക്കെ മുന്നേ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ അരി കഴുകാൻ വേണ്ടിയിട്ട് ചൂടുവെള്ളം അരിയിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ തന്നെ കഴുകി വൃത്തിയാക്കിയിട്ട് അരിയൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തു. കാപ്പിക്കുള്ളതും വേറെ തിരിച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് ചൂടാകാനൊക്കെ മാറ്റി വയ്ക്കണം. ഇനിയിപ്പോൾ ഇവർ എപ്പോഴും ഓടി നീച്ചിട്ട് വരികയെന്ന് അറിയില്ല കേട്ടോ. കാരണം ഇന്ന് കിച്ചുവിന് സ്കൂളൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് കിച്ചു നേരത്തെ നീക്കാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ചൂടാറാനൊക്കെ മാറ്റി വയ്ക്കാനൊക്കെ ഉണ്ട്. പിന്നെ കറിയൊന്നും നമുക്കൊന്ന് വെക്കാനില്ല. കാരണം ഇന്നലെ വെച്ചത് മീൻ വറുത്തതും ഒക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കുക വേണ്ടുള്ളൂ. അതുകൊണ്ടൊന്നും അധികം പണികളൊന്നും ഇല്ല കേട്ടോ. ഒക്കെ സാവധാനം ചെയ്താൽ മതി. അപ്പോൾ അടുക്കളയത്തെ ഒരുവിധം പണികൾ തീർന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിനി പലഹാരമൊന്നും ഉണ്ടാക്കണില്ലല്ലോ. ഗ്യാസ് ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ 2 അടുപ്പും കത്തിക്കണം. പുറത്തുള്ള അടുപ്പാണെന്നുണ്ടെങ്കിൽ കത്താനൊക്കെ അത് കുറേ ആയിട്ട് കത്തിക്കാത്ത കാരണം കൊണ്ട് തന്നെ കത്തിപ്പിടിക്കാനായിട്ട് നല്ല പണിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് പുറത്തേയും കത്തിക്കാത്ത. ആകെ 1-2 ദിവസമാണ് ഞാൻ കത്തിച്ചിട്ടുള്ളൂ കേട്ടോ പുറത്ത്. അപ്പോൾ അതൊക്കെ കാരണം കൊണ്ട് നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പലഹാരമൊന്നും ഉണ്ടാക്കാത്തത്. ഇനി ഗ്യാസ് കിട്ടിയതിന് ശേഷമാണ് ഞാൻ പലഹാരത്തിലേക്ക് കടക്കുള്ളൂ കേട്ടോ. അപ്പോൾ അപ്പോഴത്തേനും വേഗം മുറ്റൊക്കെ അടിച്ചു വരലെന്ന് വിചാരിച്ചു. അല്ലാതെ നമ്മളിപ്പോൾ അകത്ത് വെറുതെ ഇരുന്നിട്ട് ഇപ്പോൾ എന്താ കാര്യം, ഒരു കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് വേഗം മുറ്റൊക്കെ ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ കറി ചോറൊക്കെ വെന്ത് വാർത്തു കേട്ടോ. അപ്പോൾ കറി ഇന്നലത്തെ കറി ഇരിക്കുന്നുണ്ടായിരുന്നു, മീൻകറി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മീൻകറിയൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കാൻ കേട്ടോ. അതൊന്ന് തിളപ്പിക്കണം. പിന്നെ മീൻ വറക്കാനുള്ളത് ചൂടാക്കാനുണ്ട്. അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ അടുക്കളയിൽ നിൽക്കുന്ന സമയത്ത് ഇവരിവിടെ നല്ല കളിയും ചിരിയാണ് കേട്ടോ. ഏട്ടനും കുട്ടികളും കൂടിയിട്ട് നോക്കുമ്പോൾ ഏട്ടൻ ഞങ്ങളുടെ എൻഗേജ്മെൻറ്റിൻ്റെ ഫോട്ടോ എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ എൻഗേജ്മെൻറ്റിൻ്റെ ആൽബം കണ്ടിട്ടില്ല എന്ന് തോന്നുന്നത്. അപ്പോൾ അവർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഏട്ടൻ എൻഗേജ്മെൻറ്റ് ആൽബം ഒക്കെ എടുത്തിട്ടൊന്ന് ഇരിക്കുന്നുണ്ട് കേട്ടോ രാവിലെ തന്നെ. അപ്പോൾ ഞാൻ അവരെ കൂടെ ഒന്ന് കൂടിയിട്ടോ. കുറച്ച് തന്നെ എടുത്തിട്ടുള്ളൂ. ഞാൻ മൊത്തത്തിലൊന്നും വീഡിയോയിൽ എടുത്തിട്ടില്ല. കുറച്ച് ഭാഗങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഞങ്ങളുടെ ആദ്യത്തെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് ചിരിച്ചും കൊണ്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും കൂടി ഞങ്ങളുടെ മാറ്റങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാനിതിൽ ഭയങ്കര വണ്ണം കുറവാണ്. ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. വലിയ മാറ്റവും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ ആദ്യത്തെ ആ ഒരു കോലം എല്ലാ ടപ്പൻ്റെ ഇപ്പം എൻ്റെ മുഖത്തിനൊക്കെ ഭയങ്കരമായിട്ട് മാറ്റമൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഏട്ടനായാലും അതെ കേട്ടോ. ഏട്ടത്തിലൊക്കെ നല്ല മെലിഞ്ഞിട്ടാണ് കേട്ടോ. ഇപ്പോഴാണ് ഏട്ടൻ ഒരു ഗുണ്ടപ്പനായത്. വയറൊക്കെ ചാടിയിട്ട് ഒരു ഗുണ്ടപ്പനായത് ഏട്ടൻ. ആദ്യമൊന്നും വയറും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അതൊക്കെ നിങ്ങൾ പറഞ്ഞിട്ട് ഇങ്ങനെ ചിരിച്ചും കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കിച്ചുവിനെ പറയുന്നുണ്ട്, ഇത് അച്ഛനാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതാരാന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. കിച്ചുവിനൊക്കെ മനസ്സിലാവാൻ തന്നെ മനസ്സിലാവായികയല്ല. എന്നാലും ഓരോ ഫോട്ടോസിൽ ഓരോരുത്തരെ കാണിച്ചു കൊടുക്കുമ്പോൾ അവനറിയുന്ന ആൾക്കാരെ കാണിച്ചു കൊടുക്കുമ്പോൾ അവൻ വേഗം തന്നെ അതിനെ കണ്ടുപിടിക്കുന്നുണ്ട് കേട്ടോ. ഇത് ഇന്ന ആളാണെന്ന് പറഞ്ഞിട്ട് കണ്ടുപിടിക്കണമൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ഒരു 6 വർഷം മുന്നേ ഉള്ളൊരു സംഭവമാണല്ലോ ഈ ഒരു എൻഗേജ്മെൻറ്റ്
എൻഗേജ്മെൻറ്റ് ഫോട്ടോ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം നിങ്ങൾ ഈ ആൽബം ഒന്ന് കണ്ടിട്ട് വായോ കേട്ടോ. ഇതാരാ? അത് അച്ഛടെ കുട്ടിച്ച. ഇതാരാ? അത് ദിനുന്റെ. അവരറിയാട്ടോ ദിനുന്റെ. ദിനുന്റെ അച്ഛൻ. ദിനുന്റെ അച്ഛൻ. അത് നീ. അച്ഛൻ കല്യാണം കഴിക്കാൻ പോയിട്ട് പാന്റ് കയറ്റിക്കൊണ്ടിരിക്കുക. ആ പട്ടി അതൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ അച്ഛടെ പാന്റ് ഊരി പോയിട്ട് ഇലുമ്പിയമ്മ തുമ്പിയൊന്നുമില്ല. എടാ അമ്മ തുമ്പി അമ്മയുടെ അമ്മയുടെ ഇതാണ് നോക്കത അമ്മ. എന്റെ മുടി കണ്ടോ ഇപ്പൊ? അമ്മന്റെ വളണ്ട് അച്ഛ. വളയല്ലടാ മോതിരതാണ്. അവൻ എന്റെ കയ്യിൽ ഇങ്ങനെ വള കിടക്കണമെന്ന് കണ്ടിട്ടില്ലേ? ഇത്രയും വളയൊന്നും ഞാൻ പിന്നെ ഇട്ടിട്ടന്നില്ല. അതൊക്കെ ഒരേട്ടന് ചേച്ചിയൊക്കെ. പിന്നെ ഇതാരടാ? ഇതാരത്? ഇതാരത്? ഇതാരാ? കാണാൻ തന്നെ അവന് മനസ്സിലായി. അവൻ ചിരിക്കുക. പിന്നെ ഇതാരടാ? പൊന്നു തുമ്പി ഇതാരാ? 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 ഇതാരപ്പ? ഇത് കുട്ടിച്ചൻ. അന്റെ കുട്ടിച്ചനത് ചെറിയ കുട്ടിച്ച. ഇത് മാമ. ഇതാരാ? അമ്മ ഇപ്പൊ നോക്കി എത്ര ചെറുതല്ലേ. ഇത് എനിക്കിഷ്ടം. ഈ ഫോട്ടോക്ക് നല്ല ഇഷ്ടം. മൂന്നെണ്ണം ഒരേപോലെ. അച്ഛൻ ബിരിയാണി തന്നെയാ. അമ്മയും അതോ ഇങ്ങനെ മറക്കല്ലടാ. പിന്നെ മെല്ലെ മറക്കേ. നമുക്ക് അത് എന്നും വേണ്ടതാണ്. അപ്പോൾ ആൽബമൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പിന്നെ ഞങ്ങളുടെ കല്യാണത്തിൻ്റെ ആൽബം ഞങ്ങളുടെ ഇല്ല കേട്ടോ. അത് വാങ്ങിച്ചിട്ട് തന്നെ ഇല്ല. എത്ര വർഷമായിട്ട് വാങ്ങിച്ചിട്ട് തന്നെ ഇല്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഏട്ടന് ചോറൊക്കെ ആക്കി കൊടുത്തു. ഏട്ടനും പോയി വർക്കിന്. കിച്ചു പിന്നെ ഇവിടെ ഉണ്ട്. കിച്ചും തുമ്പി ഇവിടെ കളിക്കുന്നുണ്ട് കേട്ടോ. അവർ ബെഡമ്മ കയറി കളിക്കുന്നുണ്ട്. ഞാൻ എന്നാൽ വേഗം ആ ഗ്യാപ്പിൽ തുടയ്ക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. പൈപ്പിലാണെന്നുണ്ടെങ്കിൽ വെള്ളമൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ എൻ്റെ തിരുമ്പലും ഒക്കെ കഴിഞ്ഞു കേട്ടോ. അത് പിന്നെ വീഡിയോ എടുത്തില്ല. ഞാൻ വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ. ഞാൻ വേഗം തുടച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പെട്ടെന്ന് തന്നെ എല്ലാം തീർക്കുന്നത് കേട്ടോ. എന്നിട്ട് അത് കഴിഞ്ഞപ്പോൾ പിന്നെ വീഡിയോ എടുക്കുന്നത് വൈകുന്നേരത്താണ് കേട്ടോ. പിന്നെ ഞങ്ങൾ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം കിടന്നുറങ്ങി. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ടായിട്ടുള്ളൂ. ഫുഡ് കഴിക്കൽ, കിടന്നുറങ്ങൽ, അതൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്നും ഇതിൽ ആഡ് ചെയ്യാതിരുന്നത്. പിന്നെ വൈകുന്നേരം ഒരു 4 മണിക്ക് ശേഷമുള്ള കാര്യങ്ങളാണ് പിന്നെ കാണിക്കുന്നത്. അപ്പോൾ ചോറും കൂട്ടാനും ഒക്കെ ആക്കിയിട്ടുണ്ടാകുന്ന കലവും പാത്രങ്ങളൊക്കെ കഴുകി വെക്കാൻ വേണ്ടിയിട്ട് വേറെ പാത്രങ്ങളിലേക്ക് മാറ്റി വയ്ക്കാനാണ് കേട്ടോ ചോറൊക്കെ. എന്നിട്ട് വേണം നമുക്ക് കലവും കാര്യങ്ങളൊക്കെ കഴുകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഓരോ പാത്രങ്ങളിലേക്ക് ആക്കി മാറ്റി എടുത്ത് വെക്കുന്നുണ്ട്. അവർ രണ്ടുപേരും അവിടെ നിന്നിട്ട് ചായ കുടിക്കാനിരിക്കുന്നുണ്ട് കേട്ടോ, കിച്ചും തുമ്പിയും. അപ്പോൾ ഞാൻ മിച്ചർ വാങ്ങിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിരുന്ന് കഴിക്കുന്നുണ്ട്. അവർക്ക് അത് വേണം പറഞ്ഞിട്ട് ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ. കിച്ചു ആണെങ്കിൽ അത് കണ്ടുപിടിച്ചു. ഇനി വേണം പറഞ്ഞിട്ട് പിന്നെ ഒരേ വാശിയായി. അപ്പോൾ അവർക്ക് രണ്ടുപേർക്ക് അതൊക്കെ എടുത്തു കൊടുത്തു. ചായയും കൊടുത്തു. ചായ നമ്മളിപ്പോൾ വെച്ചിട്ടില്ല. രാവിലത്തെ ചായ അടുപ്പിൻ്റെ അടുത്ത് തന്നെ ഇരിക്കണ കാരണം കൊണ്ട് തന്നെ നല്ല ചൂടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് രാവിലത്തെ കാപ്പിയാണ് അവർക്ക് കൊടുത്തത്. ഇനി നമ്മൾ കാപ്പിയൊക്കെ വെക്കാൻ നിന്ന് കഴിഞ്ഞാൽ ആകെ മെനക്കെടാണ് കേട്ടോ. തീയൊക്കെ കത്തിച്ച് പിടിപ്പിക്കേണ്ട മടിയാണ് എനിക്ക്. അപ്പോൾ അതുകൊണ്ട് അവർ മാത്രം തന്നെ കുടിക്കുള്ളൂ കേട്ടോ. ഞാനിപ്പോൾ കാപ്പി പൊടിയൊക്കെ ഒരു നേരം തന്നെ ആക്കി. ചിലപ്പോൾ ഒരു നേരം കുടിക്കില്ല കേട്ടോ. അങ്ങനെയൊക്കെയാണ് എൻ്റെ ശീല സ്വഭാവങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ആ കാപ്പിയും കാര്യങ്ങളൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ. ഇനി നമുക്ക് പാത്രങ്ങളും കഴുകാൻ കൊണ്ടുവയ്ക്കാനൊക്കെ ഉണ്ട്. നല്ലൊരു
മഴക്കാറാണെന്നുണ്ടെങ്കിൽ കയറിയിട്ടുണ്ട് കേട്ടോ. മഴ പെയ്യോ ഇല്ലയെന്ന് അറിയില്ല. പുറത്തത്തെ വെളിച്ചം കണ്ടിട്ട് ആരും നോക്കുന്നു വേണ്ട, അത്ര വെളിച്ചമൊന്നും ഇല്ല കേട്ടോ. ഇപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ നല്ല വെളിച്ചമായിട്ടൊക്കെ തോന്നുന്നുണ്ട്, പക്ഷെ അത്ര വെളിച്ചവും കാര്യങ്ങളൊന്നും ഇല്ല. ചെറിയൊരു മഴ മൂടലൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ ലൈറ്റ് ഇട്ട കാരണം കൊണ്ടാണ് കേട്ടോ വീഡിയോയ്ക്ക് ഒരു ചെറിയ വെട്ടവും വെളിച്ചമൊക്കെ ഉള്ളത്. അല്ലെങ്കിൽ നല്ല ഇരുട്ടായിരിക്കും ഇവിടെ ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ ചോറും കലമൊക്കെ എല്ലാതും ഒഴിവാക്കി വെച്ചു കേട്ടോ. എന്നിട്ട് നമുക്കിത് പാത്രങ്ങളൊക്കെ കഴുകാൻ കൊണ്ടുപോയിടാനൊക്കെ ഉണ്ട്. പിന്നെ മുറ്റടിക്കൽ അങ്ങനത്തെ കുറച്ച് പണികളൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ ഇനി. അപ്പോൾ കിച്ചു തുമ്പി കണ്ടില്ലേ ഇവിടെ ഇരുന്നിട്ട് ചായയല്ല കാപ്പി കുടിക്കുന്നുണ്ട് കേട്ടോ. അവർ രണ്ടുപേരും ഇപ്പോൾ ഉറക്കത്തിൽ നിന്ന് നീച്ചിട്ടുള്ളൂ കേട്ടോ. ഞാൻ കുറച്ച് നേരത്തെ മുന്നേ നീച്ചു, അവരിപ്പോൾ നീച്ചിട്ടുള്ളൂ. നീച്ചിടുമ്പോൾ തന്നെ ചായ വേണം പറഞ്ഞപ്പോൾ അത് കൊടുത്തതാണ്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാനിവിടെ ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. കിച്ചും തുമ്പിയാണെന്നുണ്ടെങ്കിൽ ചായ കുടിക്കാൻ ആദ്യം ഉമ്മറത്താട്ടം വന്നിരുന്നു. അവിടെ കുറേ മിച്ചറൊക്കെ കളഞ്ഞിട്ടാണ് അടുക്കളയ്ക്ക് പോയത്. അവിടെ കൊട്ടുന്നുണ്ട് കേട്ടോ അവർ നടക്കണോടത്ത് കൂടെ ഒക്കെ അങ്ങനെ ഒറ്റിച്ചാടിയും കൊണ്ടാണ് കേട്ടോ ചായയും പിന്നെ അതുപോലെ തന്നെ മിച്ചറൊക്കെ പോയിക്കൊണ്ട് തന്നെയാണ്. അപ്പോൾ അത് കണ്ടിട്ട് മൊത്തത്തിൽ അടിച്ചു വരണം കേട്ടോ വീട് മൊത്തം. അപ്പോൾ ഞാനിന്നാൽ വേഗം ഒന്ന് അടിച്ചു വാരി എടുക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് വേണം മുറ്റമൊക്കെ അടിക്കാൻ വേണ്ടിയിട്ട്. മഴയൊക്കെ ഇനി പെയ്യുകയാണെന്നുണ്ടെങ്കിൽ മുറ്റടിക്കലൊക്കെ ആകെ ഫ്ലോപ്പാവും. അപ്പോൾ അതുകൊണ്ട് മഴയൊക്കെ വരണേന് മുന്നേ വേഗം മുറ്റമൊക്കെ അടിക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് വലിയ കാര്യമായിട്ടുള്ള മഴയൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. ഇടയ്ക്ക് ചെറിയൊരു ചാറൽ പോലെയൊക്കെ വരുന്നുണ്ടാകുന്നുള്ളൂ. അപ്പോൾ അത് കണ്ടിട്ട് കുറച്ച് തുണികളൊക്കെ ഒന്ന് ഉണങ്ങി കിട്ടിയിട്ടോ. എല്ലാതും ഉണങ്ങിയിട്ടുണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല, കുറച്ചൊക്കെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇനി മടക്കി വയ്ക്കാനും പിന്നെ ഈ ജനലിൽ കൂടെ ഉണങ്ങാത്ത തുണികൾ കുട്ടികളുടെ തുണികളൊക്കെ ഇടാനും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പുറത്ത് പാത്രങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇട്ടിരിക്കുകയായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം കഴുകിയെടുക്കുകയാണ്. അപ്പോൾ ചെറിയതായിട്ട് മഴ ചാറുന്നുണ്ട് കേട്ടോ. അത് ഞാൻ പെട്ടെന്ന് കഴുകിയെടുക്കുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല സ്പീഡാക്കിയിട്ടുണ്ട് കേട്ടോ കുറച്ച്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ നല്ല വേഗത്തിൽ കാണുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് വേഗം കഴുകിയെടുക്കാം കേട്ടോ. ചെറുതായിട്ട് മഴ ചാറുന്നുണ്ട്. ചിലപ്പോൾ മഴ നല്ല പെയ്യാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് തോന്നുന്നത്. മഴക്കാർ കാണുമ്പോൾ അങ്ങനെ തോന്നുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പാത്രം കഴുകലൊക്കെ അവിടെ ഇട്ടിട്ട് ഞാൻ വേഗം ക്യാമറ എടുത്തിട്ട് ഓടി കേട്ടോ, ഫോൺ എടുത്തിട്ട് ഓടി അകത്തേക്ക്. അപ്പോൾ കുറച്ച് വിറകും കാര്യങ്ങളൊക്കെ അടുപ്പിൻ്റെ മുകളിൽ കൊണ്ടുവന്ന് വെക്കുന്നുണ്ട് കേട്ടോ. അഥവാ മഴ പെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആകെ ബുദ്ധിമുട്ടാവില്ല കത്തിപ്പിടിക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിറകും കാര്യങ്ങളും പട്ടയും ഒക്കെ മുൻകൂട്ടിയിട്ട് അടുപ്പിൻ്റെ മേലെ തന്നെ കൊണ്ടുവന്ന് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നലെ ഇട്ടുണ്ടായിരുന്ന വീഡിയോ കിച്ചുട്ടൻ്റെ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞിട്ട് ഇട്ടുണ്ടായിരുന്ന വീഡിയോയ്ക്ക് വലിയ കാര്യമായിട്ടുള്ള റീച്ചൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അത്യാവശ്യം കിട്ടുന്ന വ്യൂസ് പോലും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ ഫാമിലി വ്ളോഗ്സൊക്കെ കാണാനായിരിക്കും ഇഷ്ടം ഉണ്ടാവുക അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനത്തെ ഒന്നും കാണാനായിട്ട് ഇൻട്രസ്റ്റ് ഇല്ലാത്തതെന്ന് എനിക്ക് മനസ്സിലായി കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും ഇതുപോലത്തെ വീഡിയോസ് തന്നെ ഇനി ഇടാനായിട്ട് ശ്രമിക്കാം കേട്ടോ ഞാൻ. പിന്നെ എന്നും വീഡിയോ എടുക്കാനും നല്ല പാടൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ എടുക്കാനും ഇടാനൊക്കെ ഒരു ചെറിയ മടി. എന്നാലും ഞാൻ പരമാവധി ഡെയിലി തന്നെ ഇടാനായിട്ട് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.